കിലിക്കിലാം കിങ്ങിനെ ചിപ്പി ഓടി വാ. അപ്പം ഞാനുള്ള ഡൽഹിയിലാണ്. ഡൽഹിയിൽ ചുമ്മാ രാവിലെ നമ്മുടെ ദീപാവലിയുടെ ഒരു പർച്ചേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് വളരെ ഡൽഹി തന്നെയാണ്. വളരെ മനോഹരമായിട്ടാണ് ഡൽഹി തിരക്കുകളും ദീപാവലിക്കുള്ള ഒരുക്കങ്ങളൊക്കെ. ഇപ്പോൾ ഈ ലൈറ്റ് വെട്ടൊക്കെ കാണുന്നത് നമ്മൾ അത് കഴിഞ്ഞ് ഹരിയാനയിൽ ഗുർഗാവിൽ സെക്ടറിൽ 39 അവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ളതാണ്. കണ്ടില്ലേ എന്ത് മനോഹരമായിട്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് ദീപാവലി. അപ്പോൾ ലോഡ്ജിലെ പയ്യൻ വന്നിട്ട് നമ്മളെ ശിലാദീപമൊക്കെ വെച്ച് തിലകളിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും കുളിച്ച് അതിൽ പങ്കാളിയായി. കാരണം ഞാൻ അങ്ങനെ ചെറിയ ദീപമൊക്കെ തെളിച്ചു. അങ്ങനെ ദീപാവലി ഈ വർഷത്തെ എൻ്റെ ഇങ്ങനെ ഡൽഹി തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷവും ഡൽഹി തന്നെയായിരുന്നു, 50 വർഷവും ഡൽഹി തന്നെയായിരുന്നു. ദീപാവലിയുടെ ദിവസമൊക്കെ ഞാൻ ഡൽഹി തന്നെയാണ്. വളരെയധികം സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജിൽ ശ്രീധരത്തിൻ്റെ ദീപാവലിയുടെ പൂജയുണ്ടായിരുന്നു. അവർ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ മനോഹരമാണ്. ഞാൻ ദീപാവലിയിൽ കണ്ടെങ്കിലും ഇന്നുവരെയായിട്ട് ഇവരുടെ പൂജ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ നേരിട്ട് കണ്ടു. വളരെയധികം എനിക്ക് സന്തോഷം തോന്നി അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇതാണ് ഇവരുടെ പൂജ. അതിനുശേഷം ഷിലോങ്ങിലെ നമ്മുടെ മനോജേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. മനോജേട്ടനെ ഞാനൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ മനോജേട്ടൻ അങ്ങനെ ഇരിക്കുന്നത്. അവിടെ എല്ലാ ദൈവങ്ങളും അവർ കുറേ സ്വീറ്റ്സും പൂക്കളും എല്ലാം വെച്ച് ആണ് ആലോചിക്കുന്നത്. പിന്നെ ഒരു പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണ് കേട്ടോ. ഞാനതിൽ പങ്കുചെയ്തു. മനോജേട്ടൻ്റെ പ്രാർത്ഥന വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ റൂമിലേക്ക് വന്നു.